വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. അറിവാകുന്ന അവതാരം അറിയിച്ചതാണീ നിയമവും, അറിവാകുന്ന അവതാരം അറിയിച്ചതാണീ നിയമവും. അനുഷ്ഠിക്കുമ്പോൾ ആത്മാവിൽ ബോധമുണ്ടായിടുന്നു, അനുഷ്ഠിക്കുമ്പോൾ ആത്മാവിൽ ബോധമുണ്ടായിടുന്നു. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. പുറത്താലകർമ്മങ്ങൾ സകർമ്മമായി തീരുന്നു, പുറത്താലകർമ്മങ്ങൾ സകർമ്മമായി തീരുന്നു. സകർമ്മഫലമായി നിന്നിൽ തത്വചിന്ത ഉദിക്കുന്നു, സകർമ്മഫലമായി നിന്നിൽ തത്വചിന്ത ഉദിക്കുന്നു. തത്വചിന്തയുണ്ടാകുമ്പോൾ നിഷ്കാമകർമ്മം ചെയ്യുന്നു, നിഷ്കളങ്കമാകുന്നു, നിഷ്കാമകർമ്മം ചെയ്യുന്നു. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. ആ ശുഭാർഥദൂതന്റെ ശബ്ദം ആരുടെ ജീവിതത്തിലെ ആരുടെ ജീവിതത്തിലെ ശബ്ദം ചെറുപ്പം സമയത്തെ ഭക്തജനങ്ങൾ അത് നടപ്പാക്കുകയാണ്. മാനവരക്ഷകനായ നിത്യശാന്തി നിത്യാനന്ദം നിത്യസ്വത്തായി തീരുന്നു, നിത്യശാന്തി നിത്യാനന്ദം നിത്യസ്വത്തായി തീരുന്നു. ജീവിതത്തിൽ ആത്മനാഥൻ എന്നും ലോകേ വാഴുന്നു, ജീവിതത്തിൽ ആത്മനാഥൻ എന്നും ലോകേ വാഴുന്നു. വാഴട്ടെ വാഴട്ടെ ശാന്തിയായി വാഴട്ടെ, ശാന്തിരൂപൻ ലോകത്തിൽ ദീർഘകാലം വാഴട്ടെ. വാഴട്ടെ വാഴട്ടെ ശാന്തിയായി വാഴട്ടെ, ശാന്തിരൂപൻ ലോകത്തിൽ ദീർഘകാലം വാഴട്ടെ, ശാന്തിരൂപൻ ലോകത്തിൽ ദീർഘകാലം വാഴട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു, ലോകത്തിൽ നടത്തുവാൻ ബോധരൂപൻ വാഴുന്നു. കലിയുഗ രക്ഷകനായി അവതാരമായി വന്നു, അനന്തശായിയായി വാഴും പരമാത്മാവേ. കലിയുഗ രക്ഷകനായി അവതാരമായി വന്നു, അനന്തശായിയായി വാഴും പരമാത്മാവേ. അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ,
അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ ആനന്ദനാമമായി വന്ന ഗുരുവരനേ ആനന്ദനാമമായി വന്ന ഗുരുവരനേ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ ദുഃഖമെല്ലാം തീർത്തു എന്നെ ചേർത്തിടണേ ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ ദുഃഖമെല്ലാം തീർത്തു എന്നെ ചേർത്തിടണേ സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സർവശക്ത അങ്ങല്ലാതെ ആരുമില്ലല്ലോ സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സർവശക്ത അങ്ങല്ലാതെ ആരുമില്ലല്ലോ പാപകർമ്മം ചെയ്യുക മൂലം രോഗമെല്ലാം വർദ്ധിക്കുന്നു വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ നിഷ്കളങ്ക ജ്ഞാനഖണ്ഡി ഉദയമായി വന്ന് ഭക്തലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദാനം ചെയ്ത ഉന്നതമായ ആദർശമാണ് നമ്മുടെ ആത്മബോധോദയ സംഘം. അതിൽ ഒത്തുജീവിക്കുന്ന നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും വന്നുപോകുന്ന പോരായ്മകളെ ഒക്കെ പരിഹരിപ്പാൻ വീണ്ടും 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 ഓരോരോ നിയമങ്ങളെ ഈശ്വരൻ കാരുണ്യത്താൽ ദാനം ചെയ്തു. പ്രകാരം സർവദോഷ ശാന്തിക്കും ഈശ്വര അനുഗ്രഹത്തിനുമായി മഹാശക്തിയുടെ തിരുവുള്ളം കരിഞ്ഞ് ദാനം ചെയ്ത ഉന്നതമായ ഒരു നിയമമാണ് ഈ 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായി നടക്കുന്ന മഹാതീർത്ഥാടനം. ആദ്യകാലം മുതൽ ഇതിന്റെ നടത്തിപ്പുകളും അതിന്റെ അനുഭവസ്ഥതകളും അറിയാവുന്നവർ ഇന്നും ജീവനോടെയുണ്ട്. ആ അനുഭവ സമ്പത്തുള്ളവർ നമ്മളോടൊപ്പമുണ്ട്. എത്രത്തോളം പ്രയാസപ്പെട്ടു, എത്രത്തോളം ത്യാഗം സഹിച്ചുമാണ് ഓരോ നിയമങ്ങളും ആത്മലോകത്തിലേക്ക് അവതരിപ്പിച്ച് നടപ്പാക്കിയെടുത്തത് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്താൽ അല്ലാതെ ഈ വിധം ഒരറിവും കഴിവും പ്രാപ്തിയും ഇല്ലാത്ത സന്താനങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല എന്ന് നമുക്ക് ബോധ്യമാണ്. അങ്ങനെ തുടക്കം കുറിച്ച ഈ മഹാകർമ്മം ഓരോരോ തിരുവുടലുകളും മാറി മാറി സ്വീകരിച്ചപ്പോൾ ഉന്നതമായി ഓരോ വർഷം കഴിയും തോറും അത് ഉന്നതമായി 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 നടത്തി ഈ പ്രാവശ്യവും നമ്മൾ ഈ വ്രതമെടുത്തുകൊണ്ട് നിങ്ങൾ ഇരുപിടിക്കെട്ടുകളുമായി വന്നിരിക്കുകയാണ്. ആ മഹാകൽപ്പന, ആ മഹാകാരുണ്യം, അതാണ് ഇപ്പോഴും
ചെറുകോൽ നിവാസികളായുള്ളവർ ആദ്യമായി ഇതിനുള്ളിൽ പ്രവേശിക്കുവാൻ ഇടയായത് എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഇത് നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ അധികാരമല്ല. അങ്ങനെ ആരും ധരിക്കരുത്, അങ്ങനെ ആരും അഹങ്കരിക്കരുത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഞങ്ങൾക്ക് ഇപ്രകാരം അനുവദിച്ചു തന്നത് എന്ന് മാത്രമേ ചിന്തിക്കാവൂ. അല്ലാതെ അഹങ്കാരത്തിന് വേണ്ടി ഇത് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ അത് അപകടമായി പോകും. അങ്ങനെ ചിന്തിച്ചിട്ടുള്ളവരൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്, അന്യപ്പെട്ടു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഇടയാക്കാതെ എപ്പോഴും നന്ദിയുള്ളവരായി, എപ്പോഴും ഭക്തിയുള്ളവരായി, എപ്പോഴും വിനയമുള്ളവരായി ഈ ധർമ്മസ്ഥാപനത്തിൻ്റെ ഉന്നതമായ കർമ്മ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കുവാൻ, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനാണ് നിങ്ങൾക്ക് ഈ മുൻഗണന ഈശ്വരൻ തന്നിരിക്കുന്നത്. അപ്പോൾ നിത്യസ്തുതികളോടും ആരാധനകളോടും കൂടി ഇവിടെ നടക്കുന്ന ഓരോ ധാർമ്മിക കർമ്മങ്ങളിലും ഇടപെട്ട് അതിൻ്റെ ഭാരവാഹിത്വം വഹിച്ച്, ഭാഗധേയത്വം വഹിച്ച് ഉന്നതമായ മഹാഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ദൈവം തന്ന അവസരമായി കണ്ടുകൊണ്ട് നന്ദിയോടുകൂടി ഈ കർമ്മങ്ങൾ ബന്ധപ്പെടുക. മഹാശക്തി നിങ്ങളെല്ലാം ദർശിച്ച് അനുഗ്രഹിക്കുക. ആരെല്ലാം കൃത്യനിഷ്ഠയോടുകൂടിയും കൃത്യബോധത്തോടുകൂടിയും ഈ വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ കർമ്മങ്ങളിലൂടെ ആനന്ദമാണ് അനുഭവമാകുന്നത്. അല്ലാതെ ഒരു പേരിന് വേണ്ടി ഒരു ഇരുപിടിക്കെട്ടിന്റെ കീഴിലോട്ട് കയറി നിന്നതുകൊണ്ട് ആരുടെയും ദോഷം തീരുകയില്ല, ആരുടെയും ദുഃഖം ഒഴിയുകയുമില്ല. അങ്ങനെയും പല ആളുകളുമുണ്ട്. വർഷാവസാനമാകുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി, ഒരു ഇരുപിടിക്കെട്ടിന്റെ കീഴിലേക്ക് കയറി നിൽക്കും. അത് അവരുടെ മുകളിൽ വെക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം അത്ര പോലും ഉത്തരവാദിത്തം വഹിക്കും. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്ക് നിയമം പാലിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ ആരാധിച്ചും ലോകത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ കർമ്മങ്ങളെല്ലാം. ആ വിധത്തിൽ ഇതിൽ ബന്ധപ്പെട്ട സർവാത്മാക്കളെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ സർവലോകനാഥൻ, കലിയുഗത്തിൽ പ്രജ്ഞയായി ഉദയമായി വന്നു, കലിയുഗത്തിൽ പ്രജ്ഞയായി ഉദയമായി വന്നു, ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥനായ സർവലോകനാഥൻ, കലിയുഗത്തിൽ പ്രജ്ഞയായി ഉദയമായി വന്നു, കലിയുഗത്തിൽ പ്രജ്ഞയായി ഉദയമായി വന്നു, സർവദോഷം തീർത്തു വീണ്ടെടുപ്പാനായി, സർവദോഷം തീർത്തു വീണ്ടെടുപ്പാനായി, സർവദോഷം തീർത്തു വീണ്ടെടുപ്പാനായി, സർവദോഷം തീർത്തു വീണ്ടെടുപ്പാനായി, സർവകാലരൂപം ഹൃദയമായി വന്നു, സർവകാലരൂപം ഹൃദയമായി വന്നു, സർവദോഷം തീർത്തു സർവദാനം നൽകാൻ, സർവദോഷം തീർത്തു സർവദാനം നൽകാൻ, ും
ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ആദിവിത്തായതും നീ അന്ത്യത്തിൽ കൽക്കിയും നീ. ആദിവിത്തായതും നീ അന്ത്യത്തിൽ കൽക്കിയും നീ. ആദിയന്തം വരെയും അവതാരമായതും നീ. ആദിയന്തം വരെയും അവതാരമായതും നീ. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ആദിനാഥനല്ലാതെ അവതാരമാരുമില്ല. ആദിനാഥനല്ലാതെ അവതാരമാരുമില്ല. മാറി മാറി വരുന്നു നാമം പലതായി വന്നു. മാറി മാറി വരുന്നു നാമം പലതായി വന്നു. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. പല നാമമായറിഞ്ഞാൽ അറിവായതൊന്നു നല്ലേ. പല നാമമായറിഞ്ഞാൽ അറിവായതൊന്നു തന്നെ. അറിയിപ്പാൻ അറിവായും അറിയുവാൻ അറിവായും. അറിയിപ്പാൻ അറിവായും അറിയുവാൻ അറിവായും. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. രണ്ടല്ലെന്നുള്ളറിവ് ഏകത്വമായറിവ്. രണ്ടല്ലെന്നുള്ളറിവ് ഏകത്വമായറിവ്. ഏവർക്കും ഭവിക്കുമ്പോൾ ഏകത്വമായി വാഴാം. ഏവർക്കും ഭവിക്കുമ്പോൾ ഏകത്വമായി വാഴാം. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ഗുരുവല്ലാതൊരുവനും തെളിയിപ്പാൻ കഴിവില്ല. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ. അഖിലാത്മനാഥ ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ. അഖിലാത്മനാഥ
സൃഷ്ടിച്ച സൃഷ്ടിതാവേ അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ. ഇക്കണ്ട ലോകമെല്ലാം സൃഷ്ടിച്ച സൃഷ്ടിതാവേ അടിയനെ വീണ്ടെടുത്തു രക്ഷിച്ചിടണേ രക്ഷിച്ചിടണേ. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ജന്മം സ്വീകരിച്ചു മനുലോകെ ചെയ്ത സത്യം മറന്നു നീ ജീവിച്ചപ്പോൾ നരകമായി പോയി നരകമായി പോയി. മനുജന്മം സ്വീകരിച്ചു മനുലോകെ ചെയ്ത സത്യം മറന്നു നീ ജീവിച്ചപ്പോൾ നരകമായി പോയി നരകമായി പോയി. നരകത്തെ നീക്കിടുവാൻ അറിവുള്ള ഗുരുവരൻ താൻ മനുജന്മം സ്വീകരിച്ചു ഇഹലോകെ വന്നു ഇഹലോകെ വന്നു. നരകത്തെ നീക്കിടുവാൻ അറിവുള്ള ഗുരുവരൻ താൻ മനുജന്മം സ്വീകരിച്ചു ഇഹലോകെ വന്നു ഇഹലോകെ വന്നു. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ജന്മപാപത്തെ തീർപ്പാൻ ധർമ്മദോഷമൊഴിപ്പാൻ ജന്മാന്തരജ്ഞാനമ ഉപദേശം തന്നു ഉപദേശം തന്നു. ജന്മപാപത്തെ തീർപ്പാൻ ധർമ്മദോഷമൊഴിപ്പാൻ ജന്മാന്തരജ്ഞാനമ ഉപദേശം തന്നു ഉപദേശം തന്നു. ഉപദേശം സ്വീകരിച്ചു അറിവിൽ നീ ജീവിക്കുമ്പോൾ ഉപദേഷ്ടാവാകും ഗുരു അകതാരിൽ വാഴും അകതാരിൽ വാഴും. ഉപദേശം സ്വീകരിച്ചു അറിവിൽ നീ ജീവിക്കുമ്പോൾ ഉപദേഷ്ടാവാകും ഗുരു അകതാരിൽ വാഴും അകതാരിൽ വാഴും. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ. ഗുരുവിൻ്റെ അധിവാസത്താൽ ആത്മാവിലുണ്ടാകുന്ന പരമാനന്ദത്തെ വാഴ്ത്താൻ സാധ്യമല്ലല്ലോ സാധ്യമല്ലല്ലോ. ഗുരുവിൻ്റെ അധിവാസത്താൽ ആത്മാവിലുണ്ടാകുന്ന പരമാനന്ദത്തെ വാഴ്ത്താൻ സാധ്യമല്ലല്ലോ സാധ്യമല്ലല്ലോ. ആത്മാവിലാനന്ദത്തെ അനുഭവമാക്കിടുവാൻ അവതാരമായി വന്ന അഖിലാത്മനാഥ അഖിലാത്മനാഥ.
സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഗതികളായവരിൽ ചൊരിഞ്ഞതാണ് സർവലോക സൃഷ്ടിരാമ ജഗദീശ്വരൻ കരുണയാകാരമായി തന്ന സ്വത്ത് സർവലോക സൃഷ്ടിരാമ ജഗദീശ്വരൻ ഇത് ഉന്നതമായ ഒരു ഭാഗ്യകാലം. ഉന്നതനാകുന്ന ദൈവം നേരിട്ട് സ്ഥാപിച്ച ദിവ്യമായ ആദർശത്തിൽ ഒത്തുജീവിക്കുവാനും ഈ ഉന്നതമായ ആദർശത്തിൽ കൂടി ഉന്നത ഭാഗ്യം കരസ്ഥമാക്കുവാനും സർവശക്തി അനുവദിച്ച മഹാഭാഗ്യകാലമാണ്. ഇത് കൃത്യവും സത്യവുമായി പരിപാലിക്കുന്നവർക്കാണ് ഈ ഭാഗ്യം അനുഭവമാകുന്നത്. അത് കൃത്യമായി നിങ്ങളിൽ വളർത്തുവാനും ഈ ഭാഗ്യവഴികളിൽ നിങ്ങളെ ഉയർത്തുവാനും തീരുമാനിച്ച് നിശ്ചയിച്ച് മഹാശക്തി ദാനം ചെയ്ത ഉന്നതമായ ഒരു നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. 12 വെള്ളിയാഴ്ച വ്രതം ലോകമുള്ള നാൾ വരെ. 12 വെള്ളിയാഴ്ച വ്രതം ആത്മബോധോദയ സംഘസ്ഥാപകൻ നടത്തട്ടെ. ആത്മബോധോദയ സംഘസ്ഥാപകൻ ദൈവമാണ് എന്ന് പരിപൂർണ വിശ്വാസമുള്ളൊന്ന് കൈ ഉയർത്തിക്കണ്ട. അങ്ങനെയെങ്കിൽ ഈ അനുവദിച്ചിരിക്കുന്ന നിയമങ്ങളൊക്കെയും ആര് സ്ഥാപിച്ചതാണ്? ദൈവത്തെ സ്ഥാപിച്ചു. ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. ദൈവത്തെ സ്ഥാപിച്ചു. ദൈവത്തെ സ്ഥാപിച്ചു. ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. ദൈവത്തെ സ്ഥാപിച്ചു. ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ തന്തുക്കളും, ഓരോ നിയമങ്ങളും, ഓരോ അനുഷ്ഠാനങ്ങളും, ഓരോ ദിവസത്തെയും കർമ്മങ്ങളും ആര് സ്ഥാപിച്ചതാണ്? ദൈവം സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ ആർക്കും അവകാശമോ അധികാരമോ കൊടുത്തിട്ടില്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ ഇതിന്റെ പരിപൂർണ ഫലം അനുഭവിക്കുവാനോ ആനന്ദിക്കുവാനോ കഴിയുകയില്ല. ആനന്ദം വേണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് വേണം? ഈ പരിശുദ്ധ കർമ്മങ്ങൾ ഉപേക്ഷ കൂടാതെ സ്വീകരിച്ച് പ്രവർത്തിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യണം. സ്വീകരിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കാൻ കഴിവുണ്ടാകും. പ്രവർത്തിച്ച് അതിന്റെ പരിചയം ഉണ്ടാകുമ്പോൾ
അനുഭവജ്ഞാനം ഉണ്ടാകുമ്പോൾ ഇതിനെ മറ്റുള്ളവരിലേക്ക് പ്രവർത്തിപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും ഉണ്ടാകും. അങ്ങനെ അറിഞ്ഞും അറിയിച്ചും ലോകരംഗത്ത് ജീവിതം ചെയ്യുവാൻ, അനുഭവ സമ്പത്തുള്ളവരായി ലോകത്തിൽ ജീവിതം ചെയ്യുവാൻ അനുഭവ ഗുണനിധിയാകുന്ന ദൈവമാണ് ഈ 12 വെള്ളിയാഴ്ച വ്രതവും സ്ഥാപിച്ചിരിക്കുന്നത്. അനുഭവ ഗുണനിധി എന്ന് ദൈവത്തെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സർവാനുഭവങ്ങളും തന്നിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതിൽ നിന്നുള്ളതല്ലാത്തത് ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. സർവാനുഭവങ്ങൾ ഒരു ആത്മാവിൽ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് സർവജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെ സർവാനുഭവങ്ങളുടെ പൂർത്തീകരണത്തിൽ കൂടി മാത്രമേ ദൈവദർശനം സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടി അനുവദിച്ചു തന്ന കോടാനുകോടി ജന്മങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും പലവിധ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നല്ല കർമ്മങ്ങളുടെ ഒക്കെ ഫലമായി കരുണാവാരിധിയാകുന്ന ദൈവം കാരുണ്യത്തോടുകൂടി അനുവദിച്ചു തന്നതാണ് ഈ മർത്യജന്മം. ആ മർത്യജന്മത്തിൽ എത്തിയെന്ന് വിചാരിച്ച് അഹങ്കരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നിന്നുകൊണ്ട് മൃഗീയമായ ചിന്തകളും കർമ്മങ്ങളുമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഒരിക്കലും ഉന്നതമായ ശ്രേണിയിലേക്ക് പിന്നെ പോകാൻ കഴിയില്ല. തിരിച്ചു താഴേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട് താനും. അതുകൊണ്ട് ഇത് നഷ്ടമാകാതെ കരുതി സൂക്ഷിച്ച് ജീവിക്കേണ്ടത് മർത്യജന്മങ്ങളുടെ കർത്തവ്യമാണ്. എപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ 12 വെള്ളിയാഴ്ച വ്രതമനുഷ്ഠിച്ച് ഇരുപിടിക്കെട്ടുകളുമായി വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹൃദയം വ്രണിതമാകാതെ പരിശുദ്ധമായ ചിന്തയും പരിശുദ്ധമായ വാക്കും പരിശുദ്ധമായ കർമ്മങ്ങളും ചെയ്യുവാനായി ഇപ്പോൾ അനുഷ്ഠിച്ചിരിക്കുന്ന വ്രതത്തിൽ കൂടി കിട്ടിയ പരിശുദ്ധിയെ നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാതെ ഇതെല്ലാം കഴിഞ്ഞിനി എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ ആരെയും അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മരണക്കിടക്ക വരയും എൻ്റെ ഗുരുവരനുടെ, മരണക്കിടക്ക വരയും എൻ്റെ ഗുരുവരനുടെ, മരണക്കിടക്ക വരയും എൻ്റെ ഗുരുവരനുടെ, മരണക്കിടക്ക വരയും എൻ്റെ ഗുരുവരനുടെ, തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിതം ചെയ്യാം. മരണക്കിടക്ക വരയും എൻ്റെ ഗുരുവരനുടെ, മരണക്കിടക്ക വരയും എൻ്റെ ഗുരുവരനുടെ, തിരുകൽപ്പന പാലിച്ചു ഞാൻ ജീവിതം ചെയ്യാം. എണ്ണിയാൽ ഒടുങ്ങിടാത്ത സൃഷ്ടിലോകത്തിൽ, എണ്ണിയാൽ ഒടുങ്ങിടാത്ത സൃഷ്ടിലോകത്തിൽ, എണ്ണമില്ലാതെ എന്നിൽ തന്ന ജന്മമോർക്കുന്നേ, എണ്ണമില്ലാതുള്ള ഈ എണ്ണിയാൽ ഒടുങ്ങിടാത്ത സൃഷ്ടിലോകത്തിൽ, എണ്ണമില്ലാതെ എന്നിൽ തന്ന ജന്മമോർക്കുന്നേ, ജന്മമെന്ന് കർമ്മമെന്തെന്നറിഞ്ഞിടാതെ ഞാൻ, ആ ജന്മമെന്ത് കർമ്മമെന്തെന്നറിഞ്ഞിടാതെ ഞാൻ, കർമ്മദോഷം ദീർഘ
കർമ്മദോഷം ദീർഘകാലം ചെയ്തു പോയല്ലോ. എങ്കിലും എൻ കാരുണ്യവാൻ എന്നിൽ തന്നതാ. എങ്കിലും എൻ കാരുണ്യവാൻ എന്നിൽ തന്നതാ. പുണ്യകർമ്മ ഫലമായി മർത്യജന്മമായി. എങ്കിലും എൻ കാരുണ്യവാൻ എന്നിൽ തന്നതാ. പുണ്യകർമ്മ ഫലമായി മർത്യജന്മമായി. സർവദാ ഞാൻ ബോധപൂർണനായി ജീവിപ്പാൻ. സർവദാ ഞാൻ ബോധപൂർണനായി ജീവിപ്പാൻ. ബോധമെന്നിൽ ഓതി നൽകാൻ അവതാരമായി. സർവദാ ഞാൻ ബോധപൂർണനായി ജീവിപ്പാൻ. ബോധമെന്നിൽ ഓതി നൽകാൻ അവതാരമായി. മന്നിടത്തിൽ ഖഡ്ഗിയായി വാഴും ഗുരുവേ. മന്നിടത്തിൽ ഖഡ്ഗിയായി വാഴും ഗുരുവേ. മന്നിടത്തിൽ ഖഡ്ഗിയായി വാഴും ഗുരുവേ. അങ്ങേ നാമമെന്നുമെന്നും വാഴ്ത്തിടുന്നു ഞാൻ. മന്നിടത്തിൽ ഖഡ്ഗിയായി വാഴും ഗുരുവേ. അങ്ങേ നാമമെന്നുമെന്നും വാഴ്ത്തിടുന്നു ഞാൻ. ദൈവ ഇഷ്ടം ചെയ്തു മാത്രം ജീവിതം ചെയ്യുവാൻ. ദൈവ ഇഷ്ടം ചെയ്തു മാത്രം ജീവിതം ചെയ്യുവാൻ. മരണക്കിടക്ക വരെയും എന്നെ കരുതിക്കൊള്ളണേ. ദൈവ ഇഷ്ടം ചെയ്തു മാത്രം ജീവിതം ചെയ്യുവാൻ. മരണക്കിടക്ക വരെയും എന്നെ കരുതിക്കൊള്ളണേ. ദൈവ ഇഷ്ടം ചെയ്തു മാത്രം ജീവിതം ചെയ്യുവാൻ. മരണക്കിടക്ക വരെയും എന്നെ കരുതിക്കൊള്ളണേ. മരണക്കിടക്ക വരെയും തിരുവിഷ്ടങ്ങൾ ചെയ്ത് ജീവിതം ചെയ്യാമെന്ന് തീരുമാനമെടുത്തവരാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ. അങ്ങനെ ചെയ്തവരല്ലേ? അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യാത്തവരുണ്ടോ? ഈ കൂട്ടത്തിൽ ഇത് കാണാൻ വന്നവരുണ്ടാവും, ഇതിന് വാഹനങ്ങൾ ഓടിച്ചു വന്നവരുണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അതല്ല പറയുന്നത്. സത്യം കേട്ട് ഈ നിയമപ്രകാരം ജീവിക്കുന്ന ഓരോരുത്തരും ഈ സത്യം ഗുരുമുമ്പാകെ ചെയ്തവരാണ്. മരണക്കിടക്ക വരെയും ഈ തിരുഹിതങ്ങൾ ചെയ്ത് ജീവിച്ചു കൊള്ളാം. അങ്ങനെ തീരുമാനിക്കാത്തവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ആത്മബോധോദയ സംഘാംഗങ്ങളല്ല. ഈ ജന്മം നമുക്ക് ഈ ലോകത്തിലേക്ക് അനുവദിച്ചു തരുമ്പോൾ ദൈവം തീരുമാനിച്ചയക്കുന്നത് അതുതന്നെയാണ്.
എൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവേഷ്ടം ചെയ്ത് കുഞ്ഞ് എന്നിൽ തന്നെ തിരിച്ചെത്തണം എന്ന കൽപ്പനയോടുകൂടിയാണ് അയക്കുന്നത്. നമ്മൾ ദൈവത്തിൽ തന്നെ തിരിച്ചെത്തണമെന്ന കൽപ്പനയോടുകൂടിയാണ് അയക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ വന്ന് ഈ കാണുന്ന കാഴ്ചകളിലൊക്കെ മനം മയങ്ങി പല ആവശ്യങ്ങളും നമുക്ക് സ്വയം ഉണ്ടായി. ഒരു ആവശ്യം നിവൃത്തിയാക്കി അടുത്ത ആവശ്യത്തിലേക്ക്, അടുത്ത ആവശ്യം നിവൃത്തിയാക്കി അതിൻ്റെ അടുത്ത ആവശ്യത്തിലേക്ക്, ഇങ്ങനെ ലോകമോഹം വർദ്ധിച്ചിടുമ്പോൾ ആത്മനാഥനെ ഹൃദയത്തിൽ കാണാതെയാകും. ഹൃദയത്തിൽ ആ കൽപ്പനകളെല്ലാം മറന്നു പോവുകയാണ്. എന്തുകൊണ്ട്? ഈ മോഹം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. ഉപദേശം പഠിച്ചിട്ടുള്ളവർക്കറിയാം എപ്രകാരമാണ് ഒരു നരകദൂതൻ മനുഷ്യാത്മാവിലേക്ക് ആവസിച്ചതെന്ന്. അത് കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ ജീവിക്കുന്നവരിൽ. അതിനെ ഒഴിവാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നീചത്വം വെടിഞ്ഞു നീ ദൈവത്വം പ്രാപിക്കുക. ദൈവം അനുവദിച്ചു തരുന്ന കർമ്മങ്ങളെ സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ നീചത്വം അറ്റുള്ളിൽ ദൈവത്വം കാണാൻ കഴിയും. അങ്ങനെ ദൈവത്വമായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ജന്മാന്തര ജ്ഞാനോപദേശം കൃത്യമായി പഠിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെ കൂടുതൽ വിശദമായി പഠിച്ച് ആ വ്യവസ്ഥ പ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുവാൻ തീരുമാനം ചെയ്യണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ബോധപൂർണരായി എന്നും ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുള്ളൂ. ബോധമില്ലാതെ ജീവിതം ചെയ്താൽ ഗുരു കൽപ്പനകൾ നമ്മൾ പലതും മറന്നുപോകും. ഞാൻ എൻ്റെ ഗുരുവിന്റെ ശിഷ്യനാണ്, ഞാൻ എൻ്റെ ഗുരുവിന്റെ ശിഷ്യയാണ്. എനിക്ക് നിർബന്ധമായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമത്തിൽ നിന്ന് വിട്ട് ഞാൻ ജീവിതം പാടില്ല. എന്തെല്ലാം സുഖങ്ങൾ വന്നാലും എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും ഈ അറിവിനെയും ഈ നിയമത്തെയും വിട്ട് ഞാൻ പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ച് ആ ബോധത്തിൽ തന്നെ നിന്നുകൊണ്ട് സർവകർമ്മങ്ങളും നിവൃത്തിയാക്കുന്നതാണ് ബോധപൂർണമായ ജീവിതം എന്ന് പറയുന്നത്. അവരവരുടെ ഇഷ്ടത്തിന് ഓരോന്ന് മാറ്റിമറിച്ച് ആരും കണ്ടില്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യാം എന്ന് വിചാരിച്ച് ആ വിധത്തിൽ മുന്നോട്ട് പോകുന്നതല്ല ബോധജീവിതം. ഈ ലോകത്തിൽ കാണുന്ന ഓരോന്നും ബോധമല്ലാതെ ഒന്നുമില്ലെന്ന് ബോധം തന്നെ ചവിച്ചിടുന്നു. ബോധമല്ലാതെ ഇന്ന് ലോകത്ത് നോക്കിയാൽ സർവ്വതും ബോധക്കേടായിട്ടല്ലേ കാണുന്നത്. അതിനുള്ളിലിരിക്കുന്ന ബോധത്തെ കാണുവാനാണ് നമുക്ക് കാഴ്ച ഉണ്ടാകേണ്ടത്. ബോധമില്ലാതെ ലോകത്തിൽ ഒന്നുമില്ല. എന്തുകൊണ്ട്? ഒന്നിൽ നിന്നൊന്നായി പോരുന്ന സംഖ്യവും മറ്റൊന്നിൽ നിന്നുണ്ടോ തെല്ലുപോലും. ഒന്നോടൊന്ന് പാടിയേ. ഒന്നിൽ നിന്നൊന്നായി നിങ്ങൾക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കേൾക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ആദ്യം പാടിയത് ഒരു 10% രണ്ടാമത് പാടിയപ്പോൾ 20, പിന്നെ അത് 30, പിന്നെ 60, 100 ഒന്നുകൂടെ പാടി നോക്കാം.
75 വരെ ആയിട്ടുണ്ട്. 75%. എന്നിട്ട് 100 ആയില്ല. എന്താണെന്നറിയോ? ഇത് എത്രയോ വർഷം മുമ്പ് കീർത്തിച്ചു തുടങ്ങിയ കീർത്തനങ്ങളാണ്. പക്ഷേ ഇതൊന്നും കീർത്തിക്കാനോ ഈ വിധത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാനോ ആരും ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് പലരുടെയും ഞാൻ നോക്കുന്നതെന്ന് കണ്ടപ്പോൾ ചുണ്ടൊക്കെ ഞാൻ എനിക്ക് കാണിക്കുക. പലരും വരുന്നില്ല, പാട്ടില്ല, നടനം മാത്രമേ ഉള്ളൂ. ഈ പാട്ട് പുറകിലിട്ടിട്ട് സിനിമാ നടന്മാർ അഭിനയിക്കത്തില്ല, അതുപോലെ പാടുന്നുണ്ടല്ലോ. കുറച്ച് പേര് പാടുന്നു, ബാക്കിയുള്ളവർ അഭിനയിക്കുക. അങ്ങനെ മതിയോ? നമുക്ക് ആനന്ദം കാണാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? നാമസങ്കീർത്തനം പാടി സ്തുതിക്കുക, അഖിലേശൻ വാണിടട്ടെ, അഖിലേശൻ വാണിടട്ടെ. ഇങ്ങനെ പാടി സ്തുതിച്ചാലോ? ആനന്ദമാനന്ദമാനന്ദമല്ലയോ നാമം സ്തുതിക്കുന്നത്, നാമം സ്തുതിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് കലിയുഗത്തിൽ അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്. ജഡാവൽക്കലധാരിയായ ഹിമാലയ സാനുക്കളിൽ പോയി തപസ് ചെയ്യാൻ പറഞ്ഞില്ല. സർവത്ര പട്ടിണി കിടന്നുകൊണ്ട് ഉരുകാൻ പറഞ്ഞില്ല. ഒറ്റക്കാലിൽ നിന്ന് വർഷങ്ങളോളം തപസ് ചെയ്യാൻ പറഞ്ഞില്ല. കാവി ഉടുക്കേണ്ട, ഗായകന് തിന്നേണ്ട, കാട്ടിൽ പോയിടേണ്ട ആത്മാക്കളെ. പിന്നെ എന്തു വേണം? സാരസമ്പൂർണനാകുന്ന ഗുരു അവതരിപ്പിക്കുന്ന വേദാന്ത തത്വങ്ങളുടെ സാരം ഗ്രഹിച്ചു നീ തത്വോപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഉന്നതമായ ജീവിതം നയിച്ചാൽ മതി. ഗുരുവിന്റെ സാരോപദേശങ്ങളെ സ്വീകരിച്ചതിലെ തത്വങ്ങളെ ബോധ്യപ്പെട്ട് സാരസമ്പൂർണമായ ജീവിതം നയിച്ചാൽ അങ്ങനെ ജീവിതം ചെയ്യുവാൻ നമുക്ക് ആദ്യം എന്ത് വേണം? ഈ സാരം ഗ്രഹിക്കണം. സാരം ആരിൽ നിന്നാണ് ലഭിക്കുന്നത്? ഗുരുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അങ്ങനെ ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന അറിവ് സമ്പാദിച്ച് ലോകരംഗത്ത് ബോധപൂർണരായി ജീവിതം ചെയ്താൽ ഉന്നതമായ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവമാകും. അത് നിങ്ങളിൽ മാറ്റപ്പെടാതിരിക്കുവാൻ ലളിതമായി അവതരിപ്പിച്ചു തന്നതാണ് ഈ നാമസങ്കീർത്തനം. പാട്ട് മാത്രം പാടിയത് കൊണ്ടായില്ല. നാമം സ്തുതിക്കണമെങ്കിൽ നിയമം പാലിക്കണം, അല്ലെങ്കിൽ നാമം പാട്ടായി പോകും. സ്തുതിയായി വരണമെങ്കിൽ ആദ്യം എന്ത് വേണം? അകതാരിൽ പരിശുദ്ധി ഉണ്ടാകണം. പരിശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ നിന്ന് മാത്രമേ സ്തുതി ഉണ്ടാവുകയുള്ളൂ. സ്തുതിയുടെ മറ്റൊരു പേരെന്താണ്? ആരാധന എന്നാണ്. ആ ആരാധനയാണ് നമുക്ക് നടക്കേണ്ടത്. സർവത്ര ആരാധനയായ ഒരു ജീവിതം പാകപ്പെടണം. അതിനുള്ള പരിശീലനമാണ് ഈ തരുന്നത്. ഈ 12 വെള്ളിയാഴ്ചകളിലായി നിങ്ങളിലേക്ക് തന്ന ഈ വ്രതം അതിൻ്റെതായ ഗൗരവത്തോടുകൂടി അനുഷ്ഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഈ 3 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥയും ഇപ്പോഴത്തെ മാനസികാവസ്ഥയും തമ്മിൽ ചിന്തിക്കുമ്പോൾ എത്രത്തോളം മാറ്റമാണ് എൻ്റെ ദൈവത്തിന്റെ നിയമം പാലിച്ചപ്പോൾ എനിക്ക് ഉണ്ടായത് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ഈ പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിക്കുന്നവർ, അനുഭവം ഉള്ളവരെന്ന് കൈ ഉയർത്തിക്കണ്ട. അങ്ങനെ വിമ്മിട്ടപ്പെട്ട് കൈ പൊക്കണ്ട. സമ്മതമാണെങ്കിൽ അനുഭവമാണെങ്കിൽ മാത്രം കൈ ഉയർത്തിയാൽ മതി. അല്ലാതെ നിർബന്ധിച്ച് ചെയ്യിക്കാനല്ല. എനിക്കും ഇതൊക്കെ ഒന്ന് കാണണമല്ലോ, എത്ര പേർക്ക് ഇത് അനുഭവമായെന്ന്. ബാക്കി വെച്ചാൽ എത്ര പേര് ഇത് അറിയുന്നുണ്ടെന്ന്. അതിനുവേണ്ടിയാണ്. കൂടാതെ ഇതൊക്കെ അനുഭവിച്ച ഒരു നന്ദിപ്പെടലാണ് ഈ കൈകൾ ഉയർത്തുന്നത്.
നന്ദിപ്പെടലാണ് ഈ കൈയുയർത്തൽ. ദൈവം മുമ്പാകെ കൈകൾ ഉയർത്തി ഇത് ദൈവം തന്ന നിയമത്തിൽ കൂടി ഇത് എനിക്ക് അനുഭവമായി എന്ന് സമ്മതിക്കുന്നത് ഒരു നന്ദിപ്പെടലാണ്. ദൈവമുമ്പാകെ സമ്മതിക്കുന്നത് നന്ദിപ്പെടലാണ്. അങ്ങനെ നന്ദിയോടും ഭക്തിയോടും കൂടി ജീവിതം ചെയ്താൽ അങ്ങനെ നന്ദിയോടും ഭക്തിയോടും കൂടി ജീവിതം ചെയ്താൽ ഉന്നതമായ ഈ ആനന്ദം നമുക്ക് എന്നും അനുഭവിക്കാം. ഉന്നതമായ ആനന്ദം നമുക്ക് ഇപ്പൊ ലളിതമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ഈ നാമസങ്കീർത്തനങ്ങളെ ലളിതമായി അവതരിപ്പിച്ചു തന്നിരിക്കുന്ന ഈ നാമസങ്കീർത്തനങ്ങളെ നിത്യമായ പാരായണം ചെയ്ത് കൃത്യമായി പാരായണം ചെയ്ത് അതിന്റെ ഉന്നതമായ തത്വങ്ങളെ ആത്മാവിൽ ആക്കി എടുക്കേണ്ടത് ആരുടെ കടമയാണ്? അതിന്റെ ഉന്നതമായ തത്വങ്ങളെ ആത്മാവിൽ ആക്കിയെടുക്കേണ്ടത് ആരുടെ കടമയാണ്? ഭക്തന്മാരുടെ കടമയാണ്. ഭക്തന്മാരുടെ കടമയാണ്. ഇതിന് പാടാൻ ട്യൂൺ അറിയത്തില്ല, അതുകൊണ്ട് ഇത് പിന്നെ പാടാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ മാറ്റിവെക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്കറിയാവുന്ന ട്യൂണിൽ അത് പാടണം. നമുക്കറിയാവുന്ന ട്യൂണിൽ അത് പാടണം. അത് പാടിപ്പാടി വരുമ്പോൾ അതിന് യഥാർത്ഥ ട്യൂണിലേക്ക് എത്തും. പാടിപ്പാടി വരുമ്പോൾ അത് യഥാർത്ഥ ട്യൂണിലേക്ക് ചില കീർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പൊ തന്നെ പല ആളുകളും പാടിക്കൊണ്ടുവന്ന കീർത്തനങ്ങളൊക്കെ ഇവിടെ നിന്ന് പാടിക്കൊടുത്ത ട്യൂണിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ചില കീർത്തനങ്ങളൊക്കെ ഇവിടെ നിന്നും പാടിക്കൊടുത്തതിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ചിലര് ഭംഗിയാക്കി കുറച്ച് മാറ്റം വരുത്തും, ചിലർ ഭംഗിയാക്കി കുറച്ച് മാറ്റം വരുത്തും. ചിലർക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ലോപിച്ച് ചില മോശപ്പെടുത്തൽ വരുത്തി മാറ്റം വരുത്തും. അത് മോശപ്പെടുത്തലൊന്നും വരുത്തി മാറ്റം വരുത്തും. പക്ഷേ അതെല്ലാം ഈശ്വരൻ സ്വീകരിക്കുകയാണ്. അതെല്ലാം ഈശ്വരൻ കാരണം ഈ ആർത്തിയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്, ആർത്തിയാണ് ഭഗവാൻ. അല്ലാതെ രാഗവും താളവും ഒന്നും അല്ല. രാഗവും താളവും പക്ഷെ ഇതൊക്കെ വേണം. അല്പമാത്രമായെങ്കിലും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അല്പമാത്രമായെങ്കിലും ഇതൊക്കെ നമുക്ക് കാരണം ഒരു താളത്തിലും ഒരു ലയത്തിലും ഒക്കെ പോയെങ്കിലല്ലേ കേൾക്കുന്നവർക്ക് ഒരു കൗതുകം ഉണ്ടാവുകയുള്ളൂ. താളത്തിലോ ലയത്തിലോ ഒക്കെ പോയെങ്കിലല്ലേ കേൾക്കുന്നവർക്ക് ഒരു കൗതുകം എന്ന് വിചാരിച്ച ഒരാളിന് അത് അറിഞ്ഞുകൂടാ, അറിയാൻ വയ്യാത്ത ഒരാൾ പാടുന്നു നേരത്തെ ദൈവം സ്വീകരിക്കാതിരിക്കത്തില്ല. മറ്റുള്ളവർക്ക് അരോചകം ഉണ്ടാകാതിരിക്കാനാണ് അറിയാവുന്നവർ മുൻപാട്ട് പാടണമെന്ന് പറയുന്നത്. ദൈവത്തെ സംബന്ധിച്ച് ഇത് ഏത് വിധത്തിലായാലും ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ സ്വീകരിക്കും. നമുക്ക് തിരുമുമ്പാകെ വെക്കാൻ ഒന്നേ ഉള്ളൂ, ഹൃദയശുദ്ധി വരുത്തി ഗുരുനാഥനു കാഴ്ച വയ്ക്കുന്നു. സ്വീകരിച്ചിടുക നാഥ ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുവാനാണ് ഈ ബോധപൂർണമായി ജീവിക്കണമെന്ന് പറയുന്നത്. ഈ ബോധം മറവായാൽ അശുദ്ധി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കടക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പല ആളുകളും ഈ ഇരുമുടിക്കെട്ടും എടുത്ത് വരുന്നതിന് പ്രത്യേക യൂണിഫോം ഒക്കെ ആയിട്ടാണല്ലോ വന്നത്. അങ്ങനെ ഒരു നിയമമൊന്നും ഇവിടെ ഇല്ലെങ്കിലും പലരുടെയും ആഗ്രഹപ്രകാരം അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്നവര് ഒരേപോലത്തെ അല്ലെങ്കിലും കുറച്ച് നല്ല വസ്ത്രങ്ങളായിരിക്കുമല്ലോ ഈ സമയത്തൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ ഒരുങ്ങി തയ്യാറായി നിൽക്കുമ്പോ ഇപ്പൊ ഒരു വാഹനം അവിടെ കിടക്കുകയാണ്, വളരെ വിദൂരത്ത് നിന്ന് വന്ന ഒരു വാഹനം അവിടെ കിടക്കുകയാണ്. ആരെങ്കിലും പോയി അതിൽ ചാരി നിൽക്കുവോ? അറിഞ്ഞുകൊണ്ട് നിൽക്കുവോ നിങ്ങൾ ആരെങ്കിലും? എന്താ കാരണം? അത് മുഴുവൻ പൊടിപടലങ്ങളായിരിക്കും. കാരണം ഇത്രയും ദൂരം ഓടി വന്നപ്പോൾ അതിൽ പൊടിപടലങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൽ മുട്ടിയാൽ എൻ്റെ വസ്ത്രം അഴുക്കാകുമെന്ന ബോധം നമുക്കുണ്ട്. ഇതുപോലെ അകതാരിൽ കരുതലുണ്ടാവണം. എൻ്റെ ഉള്ളിലേക്ക് യാതൊരു മാലിന്യങ്ങളും കടക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ഗുരുവിന്റെ സിംഹാസനമായി തീരാനുള്ള ഹൃദയമാണ്. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം, ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ഞാൻ. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം, ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം, ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യുക. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം,
ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ഞാൻ. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ആദിനാഥനാത്മാവിൽ വസിച്ചിടുവാനായി ഓരോ യുഗം തോറും ഭൂവിൽ അവതരിക്കുന്നു. ആദിനാഥനാത്മാവിൽ ആദിനാഥനാത്മാവിൽ വസിച്ചിടുവാനായി ഓരോ യുഗം തോറും ഭൂവിൽ അവതരിക്കുന്നു. ആദിനാഥനാത്മാവിൽ ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ഞാൻ. ഈശ്വരന്റെ സിംഹാസനം ഒരല്പം ഒരു ചെറിയൊരു ശാസ്ത്രീയം കലർത്തിയെന്നേ ഉള്ളൂ. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ഞാൻ. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ഞാൻ. ആദിനാഥനാത്മാവിൽ വസിച്ചിടുവാനായി ഓരോ യുഗം തോറും ഭൂമി അവതരിക്കുന്നു. ആദ്യം പാടിയാണോ നല്ലത് ഇപ്പൊ പാടിയാണോ നല്ലത്? ഇപ്പൊ പാടിയാണോ? ഒരുപാട് ശ്വാസം പിടിക്കാതെ പാടാം അല്ലേ? പക്ഷെ അത് കേട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ആദ്യം പാടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ശരീരപ്രകാരം എൻ്റെ പിതാവ് എന്നെ കുറേ നേരം ഇരുത്തി പഠിപ്പിച്ചതാണ്. അത് അന്ന് മുതൽ ഇതിന് പാടി അത് പാടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇത് പാടുമ്പോൾ സുഖമില്ലെന്നല്ല, എങ്കിലും അത് പഠിച്ച് പാടിയപ്പോൾ അതിൻ്റെതായ ഒരു സുഖം. ഇപ്പോൾ സാധാരണ നമുക്ക് പാടുമ്പോൾ ഈ രണ്ടാമത് പാടിയ പോലെ പാടാം. ഇത് രണ്ടാമത് പാടിയെന്ന് പറയുന്നെങ്കിലും ആദ്യം പാടിയത് ആറ്റുകൂടാണ്. തിരിച്ചെഴുന്നള്ളി വന്ന് നിന്നുകൊണ്ട് ഭക്തസന്താനങ്ങളിലേക്ക് കീർത്തിച്ചത് ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ഞാൻ. ഈശ്വരന്റെ സിംഹാസനം എൻ്റെ ഹൃദയം ഭക്തിയാകും പുഷ്പം കൊണ്ട് പൂജ ചെയ്യും ഞാൻ. ആനാദിനാഥനാത്മാവിൽ വസിച്ചിടുവാനായി ഓരോ യുഗം തോറും ഭൂമിയിൽ അവതരിക്കുന്നു. അങ്ങനെ ചില ചില മാറ്റങ്ങൾ പല കീർത്തനങ്ങൾക്കും വരുത്തിയാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ചില കീർത്തനങ്ങളുടെ ആ യഥാർത്ഥ ട്യൂൺ ഇപ്പോഴും പലർക്കും അറിയില്ല. ഇവിടെ നിന്ന് പാടി അന്നേരം അങ്ങോട്ട് ഏറ്റുപാടും. അപ്പോൾ കൂടെ പാടുമ്പോൾ എല്ലാവരും യേശുദാസാണ്. കൂടെ പാടുമ്പോഴേ എല്ലാവരും യേശുദാസും എസ് ജാനകിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തപ്പോൾ ഇത് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങോട്ടൊന്ന് ആലോചിച്ച് ഇങ്ങോട്ടൊന്ന് ആലോചിച്ച് തെക്കോട്ടൊന്ന് ആലോചിച്ച് വടക്കോട്ടൊന്ന് ആലോചിച്ച് ഒരു പിടിയില്ല. ഇങ്ങനെ പലരും ഇരിക്കുന്നത്. പിന്നെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ അന്ന് പാടിയതാ, പക്ഷേ ട്യൂൺ ഉണ്ടായിരുന്നത് അന്നേരം പറ്റി പാടിയപ്പോൾ നല്ല സുഖമായിരുന്നു ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരു പിടിയും കിട്ടത്തില്ല. എന്തുകൊണ്ടാണ്? സർവ്വരാഗങ്ങളുടെ ഉടമസ്ഥനാകുന്ന ദൈവം അപ്പോഴപ്പോൾ ആ ഹൃദയത്തിൽ ഉദിച്ചു വരുന്നത് അങ്ങനെ
പ്രകാശിപ്പിച്ചതാണ്. സർവ്വരാഗങ്ങളുടെ ഉടമസ്ഥനായ ദൈവം എപ്പോഴെപ്പോൾ ആ ദിവ്യതയിൽ ഉദിച്ചു തരുന്നത് അപ്പോഴെപ്പോൾ പ്രകാശിപ്പിക്കുന്നത്. ആ പ്രകാശത്തിൽ നിൽക്കുമ്പോൾ നമ്മളും അതിന്റെ രൂപമായി തന്നെ തീരുകയാണ്. ആ പ്രകാശത്തിൽ നിൽക്കുമ്പോൾ നമ്മളും അതിന്റെ രൂപമായി തീരുകയാണ്. അതാണ് ഇതിന്റെ വ്യവസ്ഥ. അതാണ് ഇതിന്റെ വ്യവസ്ഥ. ഈ സർവജ്ഞാനം ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാം ആ ജ്ഞാനരൂപമാണ്. സർവജ്ഞാനം ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ആ ജ്ഞാനരൂപമാണ്. ആ ഉലയിലിരിക്കുന്ന ഇരുമ്പ് കഷ്ണം പോലെ നിങ്ങളിപ്പോൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉലയിലിരിക്കുന്ന ഇരുമ്പ് കഷ്ണം പോലെ നമ്മളിപ്പോൾ ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉലയിലിരിക്കുമ്പോൾ തീക്കനൽ ഏതാണ് ഇരുമ്പ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. ഉലയിലിരിക്കുമ്പോൾ തീക്കനൽ ഏതാണ് ഇരുമ്പ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ എന്നാൽ പറ്റില്ല. എടുത്ത് വെളിയിലേക്ക് അല്പസമയം വെച്ചു കഴിയുമ്പോ എന്നാൽ എടുത്ത് വെളിയിലേക്ക് അല്പസമയം ഓ വെച്ച് കഴിയുമ്പോൾ കറുകറോ കറുത്ത ഇരുമ്പിനെ നമുക്ക് അറിയാൻ പറ്റും. കറുകാ കറുത്ത ഇരുമ്പിനെ നമുക്കറിയാം. അതാ യഥാർത്ഥ രൂപത്തിലേക്ക് പോകും. അത് യഥാർത്ഥ രൂപത്തിലേക്ക് പോകും. അങ്ങനെ പോകരുത്. അങ്ങനെ പോകരുത്. നിങ്ങളാരും അങ്ങനെ പോകരുത്. നമ്മളാരും അങ്ങനെ പോകരുത്. ഇങ്ങനെ ആ തീ ഇങ്ങനെ ഊതിക്കൊടുത്തുകൊണ്ടേയിരിക്കണം. തീ ഇങ്ങനെ ഊതിക്കൊടുത്തു. ആ തീ ഊതിക്കൊടുക്കാനാണ് ഈ നിത്യനിയമങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. തീ ഊതിക്കൊടുക്കുവാനാണ്. വ്രതമെടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ വ്രതമെടുക്കുവിൻ അജ്ഞാന ലോക സംഹാരം നടത്തുവാൻ വ്രതമെടുക്കുവിൻ ശക്തി വരട്ടുള്ളിൽ അജ്ഞാന ലോക സംഹാരം നടത്തുവാൻ. ആ ഉന്നതമായ വ്രതങ്ങൾ, ഉന്നതമായ വ്രതങ്ങൾ. ഇത്രയും വ്രതമൊക്കെ വേണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലരും വ്രതം എടുക്കുന്നത്. ഇത്രയൊക്കെ വ്രതങ്ങൾ വേണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പലരും വ്രതങ്ങൾ എടുക്കുന്നത്. ഒരർത്ഥവുമില്ല. ഒരർത്ഥവുമില്ല. നമുക്ക് നമുക്ക് ഒറ്റ ചിന്ത, ഒറ്റച്ചിന്ത. എന്റെ ഗുരുനാഥൻ തന്ന കൽപ്പനയാണ്. എന്റെ ഗുരുനാഥൻ തന്ന ഇത് കൽപ്പനയാണ്. പാലിക്കും തോറും എന്നിൽ സുഖവും ശാന്തിയും വർദ്ധിക്കും. അത് പാലിക്കുന്നവർക്ക് എന്നിൽ സുഖവും എന്നെ ഈ ശാന്തിയും. നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ എന്നെ ഈ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുക. സ്വർഗസ്ഥനായ ദൈവം ഈ നരകത്തിലേക്ക് വന്ന് സ്വർഗ്ഗസ്ഥനായ ദൈവം ഈ നരകത്തിലേക്ക് വന്ന് എന്നെ പോലെ രൂപം ധരിച്ച് എന്നെ പോലെ രൂപം ധരിച്ച് ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ എന്നോട് സംസാരിച്ച് ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ എന്നോട് സംസാരിച്ച് കരുണയോടുകൂടി ആ തിരുഹൃദയം തുറന്ന് തന്നതാണ് ഈ നിയമം ആ കരുണയോടുകൂടി ആ തിരുഹൃദയം തുറന്ന് തന്നതാണ് ഈ നിയമം എന്ന് തീരുമാനിക്കുന്നവർക്ക് സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമം ഞങ്ങൾ നടത്തിയിടുന്നേ. സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദോഷം തീരുവാനും സർവശക്തി വാഴുവാനും സർവദാ പൊന്നു നാമം സ്തുതിച്ചിടുന്നേ. സർവദാ പൊന്നു പാദം നമിച്ചിടുന്നേ. അവിടെ പോലും നമുക്ക് പിന്നെ മാറി നിൽക്കാൻ കഴിയില്ല. ഇവിടെ പോലും നമുക്ക് പിന്നെ മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് വീണ്ടും 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 നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന നിയമങ്ങളെ വീണ്ടും 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 നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന നിയമങ്ങളെ കൃത്യവും സത്യവുമായി പാലിച്ചുകൊള്ളുക. സത്യവും സത്യവുമായി പാലിച്ചുകൊള്ളുക. ഉന്നതനാകുന്ന ദൈവം നിങ്ങളുടെ എല്ലാം അകതാരിൽ തുള്ളിക്കളിച്ച് വാഴുമാറാകട്ടെ. ദൈവം നമ്മുടെ എല്ലാ അകതാരിൽ തുള്ളിക്കളിച്ച് വാഴുമാറാകട്ടെ. ആ മതിവരാത്ത പരമാനന്ദം മതിവരാത്ത പരമാനന്ദം എന്നും അനുഭവമാകുവാൻ എന്നും അനുഭവമാകും. സർവശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. സർവശക്തിയുടെ കാരുണ്യം നിങ്ങൾ അർപ്പിച്ച നേർച്ചകളും നമ്മൾ അർപ്പിച്ച നേർച്ചകൾ ഇരുമുടിക്കെട്ടുകളും ഇരുമുടിക്കെട്ടുകളും ഇതിനുവേണ്ടി ഒരുക്കിയ ഒരുക്കങ്ങളും ഇതിനുവേണ്ടി ഒരുക്കിയ ഓരോ ആശ്രമ സന്നിധാനങ്ങളും അതിനുവേണ്ടി കരുതിയതും ഓരോ ആശ്രമ സംവിധാനങ്ങളും അതിനുവേണ്ടി കരുതിയത് ശാഖാതലത്തിൽ പ്രവർത്തിക്കുന്നിടത്ത് വീടുകളിൽ കരുതിയതും ശാഖാതലത്തിൽ പ്രവർത്തിക്കുന്നിടത്ത് വീടുകളിൽ കരുതിയത് അതുപോലെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഇതിനുവേണ്ടി ആരെല്ലാം സന്മനസ്സോടുകൂടി ചെയ്തുവോ അങ്ങനെ എന്തെല്ലാം ഒരുക്കങ്ങൾ ആരെല്ലാം ഇതിനുവേണ്ടി സന്മനസ്സോടുകൂടി ചെയ്തു അതെല്ലാം ഇതാ എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുകയാണ്. ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ആനന്ദമായി ഭവിക്കട്ടെ. നമുക്ക് ആനന്ദമായി ഭവിക്കട്ടെ. മേൽക്കുമേൽ ഉന്നതമായ കർമ്മങ്ങൾ വന്ന് ബന്ധപ്പെടുവാനും മേൽക്കുമേൽ ഉന്നതമായ കർമ്മങ്ങളിൽ നിന്ന് ബന്ധപ്പെടുവാനും നിങ്ങളുടെ നിത്യജീവിതം സർവൈശ്വര്യമായി ഭവിക്കുവാനും നമ്മുടെ നിത്യജീവനം സർവൈശ്വര്യമായി ഭവിക്കുക. ഈ പ്രാവശ്യത്തെ ഈ തീർത്ഥാടനത്തിന്റെ സൽഫലം ഈ പ്രാവശ്യത്തെ ഈ തീർത്ഥാടനത്തിന്റെ സൽഫലം നിങ്ങൾക്കായി ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്കായി ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും തുടർന്ന് 6 ദിനങ്ങൾ കൂടി നടക്കുന്ന തീർത്ഥാടനം ഇനിയും തുടർന്ന് 6 ദിനങ്ങളിൽ കൂടി നടക്കുന്ന തീർത്ഥാടനം ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാനും ഉന്നതമായ നിലയിൽ നടത്തപ്പെടുവാനും ഓരോ ഭാഗത്തു നിന്നും വരുന്ന ഭക്തസന്താനങ്ങൾക്ക് ഓരോ ഭാഗത്തു നിന്നും വരുന്ന ഭക്തസന്താനം യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരുവാനും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഇവിടെ എത്തിച്ചേരും. എല്ലാ സൗഭാഗ്യങ്ങളും ആനന്ദവും
ആനന്ദവും അനുഭവിക്കുവാനും എല്ലാ സൗഭാഗ്യങ്ങളും ആനന്ദവും മഹാശക്തി എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. മഹാശക്തി എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ഇന്നും അനേകം ഇടങ്ങളിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കൽ കർമ്മം നടക്കുന്നുണ്ട്. അനേക ഇടങ്ങളിൽ ഇരുമുടിക്കെട്ട് നിറയ്ക്കൽ കർമ്മം ഇങ്ങനെ തുടർന്ന് ഓരോ ദിനങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിനങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. അതെല്ലാം ഉന്നതമായി നടത്തപ്പെടട്ടെ. ഉന്നതനാകുന്ന ദൈവം സർവകർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവം സർവ്വകർമ്മങ്ങളും സ്വീകരിക്കട്ടെ. ഈ കർമ്മങ്ങൾ നടത്തുമ്പോഴും ഈ കർമ്മങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ആത്മപരിശുദ്ധിയാണ് ഇതിൽ പ്രധാനമെന്നുള്ള സത്യം നിങ്ങൾ മറന്നുപോകരുത്. നമ്മുടെ ആത്മപരിശുദ്ധിയാണ് ഇതിൽ പ്രധാനമെന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത്. അതിനകത്ത് എന്തെങ്കിലും അഴുക്ക് വീണുപോയാൽ അതിനകത്ത് എന്തെങ്കിലും അഴുക്ക് വീണുപോയാൽ ഇത്രയും സമയം ചെയ്ത കർമ്മങ്ങളും നഷ്ടമായി പോകും. ഇത്രയും സമയം ചെയ്ത കർമ്മങ്ങൾ നഷ്ടമായി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മാലിന്യങ്ങളും ഒരു മാലിന്യങ്ങളും ചിന്തയാലോ വാക്കാലോ കർമ്മങ്ങളാലോ അകതാരിലേക്ക് കടക്കാതെ അതിലേക്ക് കടക്കാതെ എപ്പോഴും ബോധപൂർണരായി ജീവിക്കുവാൻ, എപ്പോഴും ബോധപൂർണ്ണരായി ജീവിക്കുവാൻ, എപ്പോഴും ഗുരുവിന്റെ ശിഷ്യരാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുവാൻ എപ്പോഴും ഗുരുവിന്റെ ശിഷ്യരാണെന്ന ചിന്തയോടുകൂടി ജീവിക്കുവാൻ മഹാശക്തി നിങ്ങളിലെല്ലാം ഉത്ബോധമായി നിലകൊള്ളട്ടെ. ആ ശക്തി നമ്മളിലെല്ലാം ഉത്ബോധമായി നിലകൊള്ളട്ടെ. നമ്മുടെ ഉന്നതമായ മഹാഗോപുര നിർമ്മാണം ഉന്നതമായ മഹാഗോപുര നിർമ്മാണം അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഓരോ പ്രാവശ്യവും അത് വളരെ വിദൂരങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം വളരെ ആർത്തിയോടെയാണ് വരുന്നത്. വളരെ വിദൂരങ്ങളിൽ നിന്ന് വരുന്നവരെല്ലാം വളരെ ആർത്തിയോടെയാണ് വരുന്നത്. ഇപ്രാവശ്യമെങ്കിലും അത് തുറന്നു കാണാം എന്നൊക്കെ കരുതിയാണ് വരുന്നത്. ഇപ്രാവശ്യമെങ്കിലും അത് തുറന്നു കാണാം എന്നൊക്കെ കരുതിയാണ് വരുന്നത്. പക്ഷേ അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാതെ തുറന്നു കൊടുക്കാൻ നിർവാഹമില്ല. പക്ഷേ അതിന്റെ പരിപൂർണ്ണതയിലേക്ക് എത്തിക്കാതെ തുറന്നു കൊടുക്കുവാൻ നിർവാഹമില്ല. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തി അത് പൂർത്തീകരിച്ച് നിങ്ങൾക്കായി ദാനം ചെയ്യട്ടെ. സർവശക്തി അത് പൂർത്തീകരിച്ച് നമുക്കായി ദാനം ഈ ചെയ്യട്ടെ. ലോകത്തിന് തന്നെ മഹാഭാഗ്യമായി തീരുന്ന മഹാഗോപുരം ഈ ലോകത്തിന് തന്നെ മഹാഭാഗ്യമായി തീരുന്ന മഹാഗോപുരം ഏറ്റവും വേഗം പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. അതിന്റെ ഉന്നതമായ കർമ്മങ്ങൾക്കായി അതിന്റെ ഉന്നതമായ കർമ്മങ്ങൾക്കായി ആത്മദീപത്തെ മഹാശക്തി ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ആത്മദീപമാതാവിനെ മഹാശക്തിയുടെ നിലനിർത്തി ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്നും കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്നും കരുതണമേ എന്ന് നമുക്ക് അതുപോലെ രാജഗോപാലിനെയും അതുപോലെ രാഘവൻ ആ കുടുംബത്തെയും സ്തപതികളെയും ശില്പികളെയും എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഇതിനുവേണ്ടി ധനം മുടക്കുന്നവരെയും ഇതിനുവേണ്ടി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവരെയും ജഗദീശ്വരൻ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരെയും ജഗദീശ്വരൻ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് നിങ്ങൾ കൊണ്ടുവന്ന് അർപ്പിച്ചിരിക്കുന്ന ഇരുമുടിക്കെട്ടുകൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്ന് സമർപ്പിച്ചിരിക്കുന്ന ഇരുമുടിക്കെട്ടുകൾ ഇപ്പോൾ തന്നെ അത് പ്രാർത്ഥിച്ച് സ്വീകരിച്ചുകൊണ്ട് അഴിക്കാനായി തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് മഹാശക്തി സ്വീകരിച്ചുകൊണ്ട് അത് അഴിക്കുവാനായി തുടങ്ങുകയാണ്. എന്നിട്ട് അതിൽ പ്രസാദം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിതരണം ചെയ്യും. അതിന്റെ പ്രസാദം ഇപ്പോൾ തന്നെ നമുക്ക് വിതരണം ചെയ്യും. അപ്പോൾ ആ പ്രസാദവും വാങ്ങി ആ പ്രസാദവും വാങ്ങി അന്നദാനവും കഴിഞ്ഞ് അന്നദാനവും കഴിഞ്ഞ് പോകാനുള്ളവർക്കൊക്കെ പോകാവുന്നതാണ്. പോകാനുള്ളവർക്കൊക്കെ പോകാം. സന്തോഷമായി ഇവിടെ വന്നു ചേർന്നു. സന്തോഷമായി ഇവിടെ വന്നു നിങ്ങളുടെ ചേർന്നു. ഹൃദയത്തിൽ ആനന്ദമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ അതിന് ആനന്ദമുണ്ടായി. പരിപൂർണമായ ആനന്ദമുണ്ടായി എന്ന് വിശ്വസിക്കുന്നവർ അനുഭവം ഉള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ഈ ആനന്ദം ഈ ആനന്ദം നിങ്ങൾ ഒരു സമയത്തും നഷ്ടമാക്കാതെ നമ്മൾ ഒരു സമയത്തും നഷ്ടമാക്കാതെ ഉന്നതമായ ചിന്തകളോടും ഉന്നതമായ ചിന്തകളോടും സൽഗുരുവിനോട് ചേർന്നുള്ള ജീവിതത്താൽ സദ്ഗുരുവിനോട് ചേർന്നുള്ള ജീവിതത്താൽ നിത്യമായി നിലനിർത്തുക. നിത്യമായി നിലനിർത്തുക. സർവശക്തി നിങ്ങളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. സർവശക്തി നമ്മളെല്ലാം സർവശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. സർവശക്തി നമുക്കായി ലോകത്തിൽ ഈ വാഴട്ടെ. 12 വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഈ 12 വെള്ളിയാഴ്ച നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിനകത്ത് പരമപ്രധാനമായ ഒരു നിയമം കൂടി ഭഗവാൻ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് പരമപ്രധാനമായ ഒരു നിയമം കൂടി ഭഗവാൻ അത് സർവശക്തിയുടെ ഈ ലോകത്തിലെ വാഴ്ചയ്ക്ക് വേണ്ടിയാണ്. സർവശക്തിയുടെ ഈ ലോകത്തിലെ സുഖവാഴ്ചയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളെയും പ്രാർത്ഥനകളെയും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളെയും പ്രാർത്ഥനകളെയും സ്വീകരിച്ചുകൊണ്ട് സർവശക്തി നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. സർവശക്തി നമുക്കായി ലോകത്തിൽ വാഴട്ടെ. ആദിനാഥനായ സർവലോകനാഥൻ ആദിനാഥനായ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു. ഉടയവനാം ജഗദീശ്വരന്റെ